Hi students, I am continuing the chapter probability and today I am going to discuss random variables and probability distribution and also I am discussing some problems related to this topic. So listen carefully. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് അതുപോലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ ഈ പ്രോബബിലിറ്റി ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് റാൻഡം വാരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക് കൂടി ഈ രണ്ട് ടോപ്പിക് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, സോ റാൻഡം വാരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് റാൻഡം എക്സ്പെരിമെന്റ്. നമുക്ക് അറിയാവുന്ന ടേം വെച്ചിട്ടായിരുന്നു. എന്തായിരുന്നു ഈ റാൻഡം എക്സ്പെരിമെന്റ്? നമ്മൾ നടത്തുന്ന എക്സ്പെരിമെന്റ്, അതിൻ്റെ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഗസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ടുകളെയും അല്ലെങ്കിൽ എല്ലാ ഔട്ട്കമ്മുകളെയും കൂടിയിട്ട് നമ്മളൊരു സെറ്റിന്റെ ഉള്ളിൽ എഴുതുന്നതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയാറ്. അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പം ഞാനിവിടെ രണ്ട് കോയിൻസ് ടോസ് ചെയ്യാണെന്ന് വയ്ക്കാം. ഓക്കെ, രണ്ട് കോയിൻസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സാമ്പിൾ സ്പേസിൽ ആരൊക്കെ ഉണ്ടാവും? HH, HT, TH, TT, ഇങ്ങനെ 4 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക സാമ്പിൾ സ്പേസ്. ഇനി ഇത് സാമ്പിൾ സ്പേസിനെ, അപ്പോൾ ഇവിടെ ഈ സാമ്പിൾ സ്പേസ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഈ ഔട്ട്കം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണത്? നമുക്ക് തരുന്ന ആ ലാബിൽ വെച്ചിട്ടാണ് അല്ലേ. അതായത് ഇപ്പോൾ പറയാണ്, ഇപ്പോൾ ഒരു ഡൈ ആണ് ഞാൻ ത്രോ ചെയ്യുന്നത് വെച്ചാൽ ആ ഡൈയിൽ ഇങ്ങനെ ലാബിലുണ്ടാവും 1 2 3 4 5 6. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണോ ആ ലാബിലാണ് നമ്മളിവിടെ റിസൾട്ട് ആക്കിയിട്ട് എഴുതിയിരുന്നത്. അതുപോലെ ഹെഡും ടെയിലും എന്ന് പറഞ്ഞ ഒരു കോയിന് നമ്മളത് ടോസ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഹെഡ് കാണിക്കും അല്ലെങ്കിൽ ടെയിൽ കാണിക്കും. ആ ലാബിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് ഈ സാമ്പിൾ സ്പേസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ സാമ്പിൾ സ്പേസ് ഒക്കെ ലാബൽ ഫോമിലാണ്. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക? റാൻഡം വാരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ സാമ്പിൾ സ്പേസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വാരിയബിൾ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ റാൻഡം വാരിയബിൾ ജനറലി ഡിനോട്ട് ചെയ്യുക എക്സ് വെച്ചിട്ടാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സ് വെച്ചിട്ടാണ് റാൻഡം വാരിയബിളിനെ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുക, റാൻഡം വാരിയബിൾ. അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്നത്, അപ്പൊ കണ്ടീഷൻ നമുക്ക് ഓരോ ചോദ്യത്തിനനുസരിച്ച് മാറും. അപ്പൊ ഞാൻ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടെയിൽസ് എന്ന് എടുത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടെയിൽസ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ആദ്യത്തെ റിസൾട്ടിൽ നിന്ന് നമുക്ക് എത്ര ടെയിൽ കിട്ടും? ഒരു ടെയിലും ഇല്ല, 0. അപ്പൊ നമ്മളുടെ എയിം സാമ്പിൾ സ്പേസിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറ്റാണ്? റിയൽ നമ്പറിലേക്ക് മാറ്റാൻ പോകുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? റാൻഡം വാരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ നമ്പർ ഓഫ് ടെയിൽസ് ഇൻ HT കേസിൽ ഒരൊറ്റ ടെയിൽ ഉണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ 1 എന്ന് എഴുതാം. TH കേസിലും 1 ഉണ്ടല്ലോ. TTന്റെ കേസിൽ 2 എന്തുണ്ട്? ടെയിൽസ് ഉണ്ട്. അപ്പോൾ റാൻഡം വാരിയബിൾ യൂസ് ചെയ്തിട്ട് ഈ സാമ്പിൾ സ്പേസ് ലാബൽസിനെ നമ്മൾ എന്താക്കി? റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? റാൻഡം വാരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ നമ്പർ. സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് നമ്മളുടെ റാൻഡം വാരിയബിൾ. ഓക്കെ, ഇതെന്താ റാൻഡം വാരിയബിൾ എന്ന് പറയുന്നത്? വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിന്റെ വാല്യൂസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഫിക്സഡ് അല്ല അല്ലെ. ഈ റാൻഡം വാരിയബിൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓരോ ഔട്ട്കമ്മിനെയാണ് ഈ റാൻഡം വാരിയബിൾ ഡിപ്പെൻഡ് ചെയ്യണത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ 0 1 1 2 എന്ന് കിട്ടിയത്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ റാൻഡം വാരിയബിൾ എന്ന് പറഞ്ഞ കേസ്.
അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മളുടെ റാൻഡം എക്സ്പെരിമെന്റിൽ കിട്ടുന്ന സാമ്പിൾ സ്പേസിനെ നമ്മൾ എന്തിലേക്ക് മാറ്റാണ്? റിയൽ നമ്പറിലേക്ക് മാറ്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ റാൻഡം വാരിയബിൾസിനെ നമ്മൾ ഇനി അതിന്റെ റാൻഡം വാരിയബിളിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയാണെന്ന് വെക്കാം, പി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ റാൻഡം വാരിയബിളിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ അപ്പോൾ ഇവിടെ എക്സിന് ഞാൻ ഒന്ന് നോക്കി 3 വാല്യൂസേ ഉള്ളൂ അല്ലേ. 0, 1, 2 എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 0 എന്ന് എഴുതി, ഇവിടെ 1 എഴുതി, ഇവിടെ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, ഈ എച്ചിന്റെ പ്രോബബിലിറ്റി നമ്മൾ സാമ്പിൾ സ്പേസിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്, അതായത് ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്താ? ഓരോന്നിൻ്റെ എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 1, 2, 3, 4 4. അപ്പൊ എച്ചിന് സാമ്പിൾ സ്പേസിലുള്ള നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞാലും എത്ര തന്നെയാണ്? 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് ടി എച്ച് എന്ന് പറഞ്ഞാലും 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് ടി ടി എന്ന് പറഞ്ഞാലും 1/4 ആണ്. മൊത്തത്തില് ഒരെണ്ണത്തിന്റെ കേസല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ 1/4, പ്രോബിലിറ്റി ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞാൽ 1/4, പ്രോബിലിറ്റി ഓഫ് ടി എച്ച് എന്ന് പറഞ്ഞാൽ 1/4, പ്രോബിലിറ്റി ഓഫ് ടി ടി എന്ന് പറഞ്ഞാൽ 1/4. ഓക്കെ, അപ്പോ നമുക്കിവിടെ നോക്കാം. 0 നമ്മളിവിടെ നമ്പർ ഓഫ് ടെയിൽസ് ആണ് എക്സ് എന്ന് പറഞ്ഞെടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ റാൻഡം വാരിയബിൾ 0, ഈ എച്ചിന്റെ കേസിലാണ് നമുക്ക് ടെയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് റാൻഡം വാരിയബിളിന്റെ വാല്യൂ 0 എഴുതി. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 1/4 തന്നെയാ. പ്രോബബിലിറ്റി ഒന്നും മാറില്ല. ഇനി ഇവിടെ 2 ടി ഉണ്ട്, ഇവിടത്തെയും പ്രോബബിലിറ്റി എത്ര തന്നെയാ? 1/4 തന്നെയാ. പക്ഷെ ഇവിടെ എച്ച് ടി ടി എച്ചിന് 1 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടെയിൽസ് ഇവിടെ 1 ഉണ്ട്, കാരണം ഒരു ടെയിൽ ഇവിടെ എച്ച് ടി എന്ന് പറഞ്ഞ കേസിൽ ഒരെണ്ണുണ്ട്. ടി എച്ച് എന്നുള്ള കേസിലും വേറെ ഒരെണ്ണം കയറി വരുന്നുണ്ട് അല്ലെ, 1 എന്ന് പറഞ്ഞിട്ട് 1 ടെയിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളിവിടെ 1 ഇട്ട് കൊടുത്തേ. ഈ 2 കേസിലും നമ്മളപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? 2 ഡിഫറെന്റ് കേസ് ആയ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോബബിലിറ്റിനെ നമ്മൾ ആഡ് ചെയ്യണം. രണ്ടും സെയിം കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? മൾട്ടിപ്ലൈ ആണ് ചെയ്യാറ് അല്ലെ. അപ്പൊ രണ്ടും സെയിം കേസിലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? നമ്പർ ഓഫ് ടെയിൽസാ. ആ നമ്പർ ഓഫ് ടെയിൽസിൽ 2 എന്ത് തന്നെയാ? 1 ആണ്. അപ്പോ അത് സെയിം കേസ് ആണ് അല്ലെ. അപ്പൊ സെയിം കേസിൽ നമ്മുടെ പ്രോബബിലിറ്റിനെ എന്താ ചെയ്യാറ്? ആഡ് ആണ് ചെയ്യാറ്. അപ്പൊ ഈ 1ന്റെ താഴെ നമ്മൾ എന്ത് എഴുതും? 1/4 പ്ലസ് 1/4, അതായത് 1/4. അതായത് ഇവിടെ മൊത്തത്തിൽ എന്ത് കിട്ടും? 1/2 എന്നാണ് കിട്ടുന്നത്. അപ്പോ ഈ പ്രോബബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? റാൻഡം വാരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോബബിലിറ്റിനെ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ? ഓരോ റാൻഡം വാരിയബിൾ ചൂസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ അതിന്റെ എന്താ പറയാ പ്രോബബിലിറ്റി എഴുതാണ് അല്ലേ. ആ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ശ്രദ്ധിക്കുക. നമ്മൾ ഈ പി ഓഫ് എക്സ് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. നോക്കുമ്പോൾ ഇവിടെ 1/4, 1/2, 1/4 അല്ലെ. 1/4 പ്ലസ് 1/2 പ്ലസ് 1/4. അപ്പൊ ഈ 1/4ഉം 1/4ഉം കൂടിയിട്ട് 1/2 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ പ്രോബബിലിറ്റി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയാലും ഈ പി ഓഫ് എക്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? 1 വരണം. അതായത് പ്രോബബിലിറ്റി ഓഫ് എസ് സാമ്പിൾ സ്പേസ് ഈസ് 1. അതന്നെ ഇവിടെ പറയുന്നുള്ളൂ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും നമുക്ക് ഇവിടെ എത്ര വാല്യൂ വരണം? 1 വരണം. അപ്പൊ അതിന്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വാരിയബിളിന്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വാരിയബിളിന് എത്ര ഇങ്ങനെ x1, x2, x3 എക്സിട്ര xn വരെ വാല്യൂസ് വരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് എന്തെഴുതാം? P1, P2, P3 എക്സിട്ര Pn വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ എന്താ? സിഗ്മ i ഈക്വൽ ടു 1 to n pi
എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് ഈ പ്രോബിലിറ്റി എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. ഇതാണ് നമ്മളുടെ എന്ത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. This is our first question. 2 cards are drawn successively with the replacement from a well-shuffled deck of 52 cards. Find the probability distribution of the number of aces. Okay. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയണേ? 2 കാർഡാണ് നമ്മൾ 52 കാർഡ്സിൽ നിന്ന് എടുക്കുന്നത് വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പോൾ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത കാർഡ് അവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പറിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇത് എന്ത് കേസാണ്? ഇൻഡിപെൻഡന്റ് കേസാണ് കേട്ടോ. ഇപ്പൊ 2 കാർഡ് എടുക്കുന്നതും ഇൻഡിപെൻഡന്റ് കേസാണ്. ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് പകരം വേറൊരു കാർഡ് അവിടെ വെക്കുന്നുണ്ട്. പിന്നെയാണ് രണ്ടാമത്തെ കാർഡ് എടുക്കുന്നത്. അതിന് പകരം ഇപ്പോൾ രണ്ടാമത്തെ വേറെ കാർഡും വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണ കേസാണ് ഏത് വരാ? കണ്ടീഷണൽ പ്രോബബിലിറ്റി വരാം. ഇവിടെ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വരില്ല. ഇത് ഇൻഡിപെൻഡന്റ് കേസാണ് വരുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഏസസ്. അപ്പോൾ നമ്മളോട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള? നമ്പർ ഓഫ് ഏസസ്. അപ്പോൾ നമ്മളുടെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കാം? നമ്മളുടെ നമ്പർ ഓഫ് ഏസസ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്കറിയാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ത്? ഈ റാൻഡം വേരിയബിൾ എക്സിന്, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഏസസ് ആണല്ലേ, അതിന്റെ വാല്യൂ എത്രയേ വരുള്ളൂ? എടുക്കുന്ന 2 കാർഡ് ഏസ് ആവാം, ഒരു കാർഡ് ഏസ് ആവാം, അല്ലെങ്കിൽ മറ്റൊന്ന് നോൺ ഏസ് ആവാം, പിന്നെ 2ഉം നോൺ ഏസ് ആവാം. ഓക്കെ, അപ്പോൾ 0 ആവാം. നമ്പർ ഓഫ് ഏസസ് ആട്ടാ. 0 എന്നുള്ള പ്രോബിലിറ്റി, ആ എടുത്ത 2 കാർഡും ഏസ് അല്ല എന്നുള്ളൊരു പ്രോബിലിറ്റി വരുന്നുണ്ട്, അല്ല ഒരു റിയൽ നമ്പർ വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരെണ്ണം ഏസ് ആവാം, പിന്നെ രണ്ടാമത്തെ 2ഉം ഏസ് ആവാം. അപ്പോൾ ഈ 3 നമ്പറേ നമ്മളുടെ എക്സ് എന്ന് റാൻഡം വേരിയബിളിന് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ബോക്സിൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിവിടെ ബോക്സ് വരയ്ക്കാം. എക്സിന് 0 എന്നുള്ള വാല്യൂ വരും, 1 വാല്യൂ വരും, 2 എന്നുള്ള വാല്യൂ വരും. ഇനി നമുക്ക് പി ഓഫ് എക്സ് ആണ് വേണ്ടത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഏസസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഏസസ് ആണ്. ഇനി ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 നോൺ ഏസ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോൺ ഏസ് ആൻഡ് നോൺ ഏസ്. അതായത് രണ്ടും എന്തല്ല? ഏസ് അല്ലാത്ത കാർഡാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് രണ്ടും എന്ത് ഇവന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. കാരണം എന്താണ്? നമ്മളുടെ ഓരോ ഡ്രോയിലും എന്ത് റീപ്ലേസ്മെന്റ് ഉള്ള കാരണം കൊണ്ട് ഇതെന്താ? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഓക്കെ, ഈ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ടേം ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സീൻസ് the draws are done with the replacement, therefore the 2 draws form independent event. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ആൻഡ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ആൻഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്ത് നമ്മൾ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുമ്പോഴാണല്ലേ. ആൻഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇൻറ്റു ആണ് യൂസ് ചെയ്യേണ്ടത്. ഓർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് ആൻഡ് നോൺ ഏസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ഇവന്റിനെ ആയ കാരണം കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ്. ഇനി നോക്കാം, നമുക്കറിയാം ടോട്ടൽ 52 കാർഡ്സിൽ 4 എണ്ണം എന്തുള്ളൂ? ഏസ് ഉള്ളൂ. ബാക്കി 48 എണ്ണം എന്താണ്? നോൺ ഏസ് ആണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് നമുക്ക് എന്ത് എഴുതാം? 48 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. ഇവിടെ റീപ്ലേസ്മെന്റ് ഉള്ള കാരണം കൊണ്ട് ഇതിനെ നമ്പറിനെ എഫക്റ്റ് ചെയ്യണില്ല കേട്ടോ. അതുകൊണ്ടാണ് 48/52 ഇൻറ്റു അഗൈൻ പ്രോബിലിറ്റി ഓഫ് നോൺ ഏസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്പറിന് ഒന്നും ഒരു വ്യത്യാസം വരുന്നില്ല. 48/52 തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇനി ഇത് നമുക്ക് രണ്ടും ഒന്ന് 4 കട്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ 12 കിട്ടും, ഇവിടെ 13 കിട്ടും, ഇവിടെ 12 കിട്ടും, ഇവിടെ 13 കിട്ടും. സോ 12 × 12 144 ഡിവൈഡഡ് ബൈ 13 × 13 169 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറ്റ് x = 0 144/169 ആണ് നമ്മുടെ പ്രോബിലിറ്റി, ഫസ്റ്റ് പ്രോബിലിറ്റി at x = 0 എന്നുള്ളത് കിട്ടുന്നത് കേട്ടോ. ഇനി x = 1 എന്ന് പറഞ്ഞ കേസ്, അപ്പോൾ നമ്മളുടെ x എപ്പോഴും ആലോചിക്കുക നമ്പർ ഓഫ് ഏസ് ആണ്. അപ്പോൾ ഒരു ഏസേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആദ്യത്തെ ഡ്രോ ചെയ്തതിൽ ആദ്യം നമ്മൾ എടുത്ത കേസിൽ നമുക്ക് 2 കേസ് വരും. ഫസ്റ്റ് എടുത്തത് ഏസ് ആയി, രണ്ടാമത്തെ എടുത്തത് നോൺ ഏസ് ആവാം. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനിവിടെ ഓർ ഇട്ട് കൊടുത്തു. ആദ്യം എടുത്തത് എനിക്ക് കിട്ടിയത് നോൺ ഏസ് കാർഡും രണ്ടാമത് എടുത്തത് എനിക്ക് കിട്ടിയത് ഏസ് കാർഡും ആണ്. ക്ലിയർ ആയോ? അപ്പം 2 പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ ഓർ എന്ന് പറഞ്ഞ വേർഡ് കണ്ട കാരണം കൊണ്ട് നമുക്ക് അവിടെ പ്ലസ് ആണ് ചെയ്യണ്ടേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഏസ് ആൻഡ് നോൺ ഏസ് പ്ലസ് probability of non-ace and ace. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു ഇൻറ്റു ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് ഏസ് ഇൻറ്റു ആക്കണം. ആൻഡ് കണ്ട് അപ്പോൾ ഇൻറ്റു ആക്കണം. സോ പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഏസ് മാറ്റി എഴുതി. ഇനി നോക്കാം എത്ര ഏസ് കാർഡ് ഉണ്ട്? 4 ഏസ് കാർഡേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഏസ് കാർഡ് എന്ന് പറഞ്ഞാൽ 4/52 ആണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് 48 എണ്ണം എത്രയിൽ? 52 പ്ലസ് അതേപോലെ പ്രോബബിലിറ്റി ഓഫ് നോൺ ഏസ് 48/52 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഏസ് എന്ന് പറഞ്ഞാൽ 4/52. 4 ഏസേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇത് രണ്ടും സെയിം ആയ കാരണം നമുക്ക് ഇതിനെ 2 × 4 × 48/52 × 52 എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി നെക്സ്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു 4നെ ഇവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ 13 കിട്ടി. അടുത്തത് 4 കൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 12ഉം ഇവിടെ 13ഉം കിട്ടി. സോ 2 × 12 24 ഡിവൈഡ് ബൈ 13 × 13 169 ആണ് അടുത്ത പ്രോബബിലിറ്റി. റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കിട്ടിയത് 24/169. ഓക്കെ, നമ്മൾ ആ ടേബിൾ ഫില്ല് ചെയ്യാണ്. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് കേസ് നമുക്ക് എന്തിൻ്റെ പ്രോബബിലിറ്റി അറ്റ് x = 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം x = 2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഏസ് ആൻഡ് ഏസ് രണ്ടും നമുക്ക് ഏസ് കിട്ടണം. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഏസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഏസ് എന്ന് എഴുതാം. ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആകെ 4 ഏസിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ഇൻറ്റു അഗെയിൻ 4/52. നമുക്ക് എന്ത് എഴുതാം? ഇത് ക്യാൻസൽ ചെയ്യാം. 1/13 ഇവിടെ വരും, ഇവിടെയും 1/13, നമുക്ക് 1/169 കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രോബബിലിറ്റി 1/169. നിങ്ങൾക്കിനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പ്രോബബിലിറ്റി എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ എഴുതിയത് കറക്റ്റാണ്. ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ റിക്വയർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആയല്ലോ? This is our next question. Find the probability distribution of number of doublets in 3 throws of a pair of dice. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, എന്താ പറഞ്ഞിട്ടുള്ളത്? പെയർ ഓഫ് ഡൈസിന് 3 ത്രോ ആണ് കേട്ടോ. അപ്പോൾ എന്താ വരാ?
ഓർഡേർഡ് ട്രിപ്ലറ്റ് അല്ല വരുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ വരും. അപ്പോൾ 3 ത്രോന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വിചാരിക്കും 3 എന്താ പറയുക ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കണേന്ന്. അങ്ങനെയല്ല. ഈ പെയർ ഓഫ് 2 ഡൈ 3 പ്രാവശ്യമാണ് ത്രോ ചെയ്തുകൊണ്ടിരിക്കണേ. ക്ലിയർ ആയോ? 2 ഡൈ 3 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ നോക്കുക എന്താണ് ഈ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ. ഡബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 2 2 3 3 4 4 5 5 6 6 അല്ലേ? നമുക്ക് പെയർ ഓഫ് ഡൈസ് 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓർഡേർഡ് പെയർ ആണ് വരാം അല്ലേ? അപ്പോൾ അതിൽ നമ്പർ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ തന്നെ വരുന്നതിനെയാണ് നമ്മൾ ഡബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം പോസിബിലിറ്റി എന്തേ ഉള്ളൂ? 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 1 2 2 3 3 4 4 5 5 6 6 വരാം. മാക്സിമം ഇത്രേ ഡബ്ലറ്റ് കിട്ടുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് ഡബ്ലറ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പോസിബിൾ ഡബ്ലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പോസിബിൾ ഡബ്ലറ്റ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ? നമ്മൾ 3 ത്രോ ചെയ്തപ്പോൾ അതിൽ ഡബ്ലറ്റ് കിട്ടിയതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനൊരു എക്സാമ്പിൾ പറയാം. ആദ്യത്തെ ത്രോയിൽ ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതാണ്. നോക്കാം, ഇത് ഫസ്റ്റ് ത്രോ, ഇത് സെക്കൻഡ് ത്രോ, ഇത് തേർഡ് ത്രോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ത്രോയിൽ എനിക്ക് ഡബ്ലറ്റ് കിട്ടി, സെക്കൻഡ് ത്രോയിൽ എനിക്ക് ഡബ്ലറ്റ് കിട്ടിയില്ല, തേർഡ് ത്രോയിൽ എനിക്ക് ഡബ്ലറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിലത്തെ കേസുകൾ ഓരോന്നായിട്ട് എടുക്കേണ്ടത്. അല്ലാണ്ട് ഓർഡേർഡ് ട്രിപ്ലറ്റ് അല്ല എടുക്കേണ്ടത്. തെറ്റിക്കരുത്. 3 ത്രോസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പിള്ളേരൊക്കെ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ ഓർഡേർഡ് ട്രിപ്ലറ്റ് എടുത്തിട്ടാവും നിങ്ങൾ എടുത്തിട്ട് ആൻസർ എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കുക, പെയർ ഓഫ് ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡൈ എടുത്ത് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർഡേർഡ് പെയേഴ്സ് ആണ് കിട്ടുക. അതിൽ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 4 4 5 5 6 ഇതാണ് മാക്സിമം കിട്ടുള്ളൂ. ഇനി അതിൽ നമ്മളോട് അത് 3 പ്രാവശ്യം ത്രോ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ഡൈ വീതം 3 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടുക? ഓക്കെ, അപ്പോൾ അതിൽ കിട്ടുന്ന നമ്പർ ഓഫ് ഡബ്ലറ്റിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ റാൻഡം വാരിയബിള് നമ്മൾ എന്തെടുക്കാം? നമ്പർ ഓഫ് ഡബ്ലറ്റ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് ഡബ്ലറ്റിന്റെ മാക്സിമം പോസിബിൾ വാല്യൂസ് അപ്പോൾ എന്തായിരിക്കും നോക്കിയേ? നമുക്ക് ഇത് 3ഉം ഡിഫറെൻ്റ് ആവാം അല്ലേ? 3ഉം ഡിഫറെൻ്റ് ഓർഡേർഡ് പെയർ കിട്ടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? ഡബ്ലറ്റ് കിട്ടാത്ത കേസ് വരും, അതുകൊണ്ട് 0. ഇനി ഒരു ഡബ്ലറ്റ് വരും, ബാക്കി 2 ഡിഫറെൻ്റ് വരാം, അതുകൊണ്ട് 1 എന്ന് പറഞ്ഞൊരു കേസ് വരും. ഇനി 2 ഡബ്ലറ്റ് വരാം, 1 ഡിഫറെൻ്റ് വരാം. ഇനി 3ഉം ഡബ്ലറ്റ് വരാം. അങ്ങനെ എക്സിന് 4 കേസുകൾ കയറി വരും. ഇനി അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള പി ഓഫ് എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും ഭാഗം? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പി ഓഫ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഡബ്ലറ്റിനെ ഞാൻ കിട്ടുന്നത് ഡബ്ലറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡീന്ന് എടുക്കാം. നോൺ ഡബ്ലറ്റ് ആണെങ്കിൽ ഞാനിവിടെ എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോഴും കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. ഇനി നോക്കാം എന്താണ് ഈ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കേസ് നമുക്ക് എത്ര ഡബ്ലറ്റ് കിട്ടാൻ മാക്സിമം 1 2 3 4 5 6 6 കേസ് ഡബ്ലറ്റേ കിട്ടുള്ളൂ. അത് എത്ര നമ്പർ ഓഫ് കേസ് സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കം ഉണ്ടായിരിക്കും? ഒരു ഡൈ ആണ് ത്രോ ചെയ്യണമെന്ന് വെച്ചാൽ 6, 2 ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ 36, 3 ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ 6 ക്യൂബ് ദാറ്റ് ഈസ് 216. അപ്പോൾ 2 ഡൈ ത്രോ ചെയ്യണം അല്ലേ? സോറി,
2 ഡൈയെ ത്രോ ചെയ്യണം. സോ നമുക്ക് എത്ര കിട്ടും? 36 ആണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ 6/36 ദാറ്റ് ഈസ് 1/6. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോൺ ഡബ്ലറ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡബ്ലറ്റ് ആണ് ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 1/6 എന്ന് കിട്ടിയിട്ടുള്ളത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോൺ ഡബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1/6 ചെയ്താൽ പോരെ. അപ്പോൾ 5/6 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 5/6. അപ്പോൾ പ്രോബിലിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഓരോരോ കേസിനും നമുക്ക് ഇനി പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യം P ഓഫ് x = 0. എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ വരാം? പ്രോബിലിറ്റി ഓഫ് എന്താ? നോ ഡബ്ലറ്റ്, ഒരു ഡബ്ലറ്റും ഇല്ലാത്ത കേസ്, ഡബ്ലറ്റ് ഒന്നും ഇല്ലാത്ത കേസ്. അപ്പോൾ 3 ത്രോലും എന്തില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ്, 3 നോൺ ഡബ്ലറ്റ് കിട്ടുന്ന കേസ് ഈക്വൽ ടു probability of non-doublet into probability of non-doublet into probability of non-doublet. അപ്പോൾ ഈ പ്രോബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് നമുക്ക് 5/6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5/6 ഇൻറ്റു 5/6 ഇൻറ്റു 5/6 വാല്യൂ എത്രയാ? 125 / 216 ആണ് നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് നോ ഡബ്ലറ്റ്. x = 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റാൻഡം വേരിയബിൾ x എടുത്ത നമ്പർ ഓഫ് ഡബ്ലറ്റ് ആട്ടോ. അപ്പോൾ ഒരു ഡബ്ലറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ 3 ത്രോയിലും നമുക്ക് ഡബ്ലറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ P ഓഫ് n × n × n തന്നെ എടുക്കണ്ട അല്ലേ? അപ്പോൾ സോ P ഓഫ് n × P ഓഫ് n × P ഓഫ് n, ആ P ഓഫ് n-ന്റെ വാല്യൂ ആണ് ഇത് P ഓഫ് n, ഇത് P ഓഫ് d ട്ടോ. ഓക്കെ, ഇനി അടുത്തത് P ഓഫ് x = 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഒരു ഡബ്ലറ്റും ബാക്കി രണ്ടും നോൺ ഡബ്ലറ്റും. പ്രോബബിലിറ്റി ഓഫ് 1 doublet and 2 നോൺ ഡബ്ലറ്റ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഒരു ഡബ്ലറ്റ് കിട്ടും, ബാക്കി രണ്ടും നോൺ ഡബ്ലറ്റ്, പ്ലസ് അല്ലെങ്കിൽ ഓർ ഇടാം, അതാണ് നല്ലത്, ഓർ. ഇനി എന്താ അടുത്ത കേസ്? ആദ്യത്തെ ത്രോയില് നമുക്ക് ഡബ്ലറ്റ്, ബാക്കി 2 ത്രോയില് നോൺ ഡബ്ലറ്റ്. ഇനി ആദ്യത്തെ ത്രോയില് നോൺ ഡബ്ലറ്റ്, രണ്ടാമത്തെ ത്രോയില് ഡബ്ലറ്റ് കിട്ടി, മൂന്നാമത്തെ ത്രോയില് നോൺ ഡബ്ലറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണം, ഒരു ഡബ്ലറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓർ അടുത്ത കേസോ ആദ്യത്തെ 2 ത്രോയില് നോൺ ഡബ്ലറ്റും ലാസ്റ്റത്തെ മൂന്നാമത്തെ ത്രോയില് നമുക്ക് ഡബ്ലറ്റും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 3 കേസിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് DNN പ്ലസ് പ്രോബബിലിറ്റി ഓഫ് NDN. ഓർ വരുമ്പോൾ പ്ലസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? NND. ഇനി പ്രോബബിലിറ്റി ഓഫ് DNN എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? പ്രോബബിലിറ്റി ഓഫ് D ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് N ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് N എന്ന് പറഞ്ഞാൽ നോൺ ഡബ്ലറ്റ്, പ്ലസ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ്, പ്ലസ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റിൻ്റെ വാല്യൂ 1/6 ആണ്. നമുക്കവിടെ 1/6 എഴുതാം. പ്രോബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റിൻ്റെ വാല്യൂ 5/6 ആണ്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 5/6 ഇൻറ്റു P ഓഫ് ഡബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ 1/6 ഇവിടെ 5/6 പ്ലസ് ഇവിടെ 2 കേസ് 5/6 ഇൻറ്റു 5/6 ഇൻറ്റു ലാസ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ് 1/6. അപ്പോൾ ഇവിടെയും നമുക്ക് 3 കേസും സെയിം തന്നെയാണ് അല്ലേ? 5/6 5/6 1/6. ഇവിടെയും 2 5/6 ഒരു 1/6, ഇവിടെയും 2 5/6 ഒരു 1/6. അപ്പോൾ നമുക്ക് അതിനെ 3 ഇൻറ്റു 1/6 ഇൻറ്റു 5/6 ഇൻറ്റു 5/6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് വരിക? ഇതിൻ്റെ വാല്യൂ 25 ഇൻറ്റു 3 75/216.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1ന്റെ പ്രോബബിലിറ്റി ആണ് കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് ഇനി എക്സ് ഈക്വൽ ടു 1 കഴിഞ്ഞു, ഇനി എക്സ് ഈക്വൽ ടു 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് 2 ഡബ്ലറ്റ്, 2 ഡബ്ലറ്റും വേണം. ആദ്യത്തെ 2 ത്രോല് നമുക്ക് ഡബ്ലറ്റ് കിട്ടണം. ഒരു ത്രോല് എന്ത് കിട്ടണം? 1 നോൺ ഡബ്ലറ്റ് കിട്ടണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ എഴുതാം? ഞാൻ എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രോബബിലിറ്റി, അപ്പൊ ആദ്യത്തെ 2 ത്രോല് നമുക്ക് ഡബ്ലറ്റ് കിട്ടി. 3 ത്രോ ഉണ്ട് ടോട്ടൽ. അപ്പോൾ മൂന്നാമത്തേല് നോൺ ഡബ്ലറ്റ്. ഓർ ഡി എൻ ഡി എന്ന് എഴുതാം. രണ്ട് ഡബ്ലറ്റ് വേണം, ഒരു നോൺ ഡബ്ലറ്റ്. ഓക്കെ, അടുത്തതോ ഒരു നോൺ ഡബ്ലറ്റ്, 2 ഡബ്ലറ്റ്. ഇനി അടുത്തത് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ പ്ലസ് ആക്കി എഴുതാം അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഡി ഡി എൻ, ഡി ആണ് കേട്ടോ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡി എൻ ഡി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എൻ ഡി ഡി. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ് 1/6 ആണ്, പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ് 1/6 ആണ്, പ്രോബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് 5/6 ആണ്. പ്ലസ് അഗെയിൻ നമുക്കിവിടെ 1/6 5/6 1/6 കൊടുക്കാം. ഇവിടെ പ്രോബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റ് 5/6 ഇൻറ്റു 1/6 ഇൻറ്റു 1/6. അപ്പോൾ ഇവിടെയും ഒരു 5/6 2 1/6ഉം ഇവിടെ ഒരു 5/6 2 1/6, ഇവിടെ ഒരു 5/6 2 1/6 ആണ്. അപ്പം 3 സെയിം കേസ് ആയ കാരണം നമുക്ക് ഇതിനിങ്ങനെ എഴുതാം അല്ലേ? ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 15/216. അപ്പോൾ നമ്മളുടെ പ്രോബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 2 കേട്ടോ, റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ഡബ്ലറ്റ് 2 എണ്ണം ആവുന്ന കേസ് ഉള്ള പ്രോബിലിറ്റി കിട്ടി. ഇനി അടുത്തത് പ്രോബിലിറ്റി എന്ത് വേണം? 3 ആവണം അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ് 3ഉം എന്താവണം? ഡബ്ലറ്റ് ആവണം. അപ്പോൾ നമുക്കിതിനെ പ്രോബിലിറ്റി ഓഫ് 3 ഡബ്ലറ്റ്, അതൊരൊറ്റ കേസിനല്ലേ വരുള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഡി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ്. അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഡബ്ലറ്റ് 1/6 ആണ്, 1/6 ആണ്, 1/6 ആണ്. അപ്പോൾ 1/216 കിട്ടിയില്ലേ? അപ്പോൾ ഇനി എല്ലാം നമുക്ക് നമ്മുടെ ബോക്സിൽ എഴുതാം അല്ലേ? അപ്പോൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലാസ്റ്റിൽ നിങ്ങൾ എന്ത് ബോക്സ് എഴുതിയാലും മതി. ഞാനിപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഈ എക്സിൻ്റെ വാല്യൂ 0 to 3 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ ബോക്സ് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്, വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് വാല്യൂസ് ഓരോന്ന് എഴുതാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 പ്രോബിലിറ്റി ഓഫ് നോൺ ഡബ്ലറ്റിൽ ഇതിൻ്റെ വാല്യൂ 125 ബൈ പ്രോബിലിറ്റി നമുക്ക് കിട്ടിയത് 125/216 ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ നമുക്ക് 75/216 എന്നാണ് പ്രോബിലിറ്റി കിട്ടിയത്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 2ൽ നമുക്ക് പ്രോബിലിറ്റി 15/216 എന്നാണ് കിട്ടിയത്. പ്രോബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 3 നമുക്ക് 1/216 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ പി ഓഫ് എക്സിന്റെ വാല്യൂ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ എല്ലാത്തിനും ഡിനോമിനേറ്റർ എത്രയാ? 216 ആണ്. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 125 + 75 + 15 + 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, 216 തന്നെ കിട്ടുള്ളൂ. സോ 216/216 എത്രയാണ്? 1. പ്രോബിലിറ്റി 1. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ. This is our next question. Let x, capital letter X, denote the number of hours
you study during a randomly selected school day, the probability that x can take the value small letter x has the following form, where k is some unknown constant. And given that probability of x equal to 0.1 if x equal to 0, kx if x equal to 1 or 2, k into 5 minus x if x equal to 3 or 4, or 0 for otherwise. Okay, so first part of this question is find the value of k, and second part, what is the probability that you study at least 2 hours, exactly 2 hours, and at most 2 hours. Okay, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വാരിയബിൾ നമുക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. എന്താ, നമ്മൾ റാൻഡംലി ഒരു ഡേ സെലക്ട് ചെയ്യുകയാണ്, ഒരു സ്കൂൾ ഡേ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ പഠിക്കുന്ന അവേഴ്സ് ആണ് ഈ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വാരിയബിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റാൻഡം വാരിയബിളിന് കുറേ വാല്യൂസൊക്കെ നമ്മൾ 1 2 0 1 2 3 എന്ന് പറഞ്ഞ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കും. ആ വാല്യൂസിനെ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യണതാണ് ഈ സ്മോൾ ലെറ്റർ എക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂസ് ആണ് അവരിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മളുടെ ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ എത്ര? പ്രോബബിലിറ്റി 0.1 ആയിരിക്കും. ഇനി എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കെ എക്സ് ആയിരിക്കും. സ്മോൾ ലെറ്റർ എക്സ് ആണ് കേട്ടോ. ഇനി എക്സിൻ്റെ വാല്യൂ 3ഉം 4ഉം ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കെ ഇൻറ്റു 5 മൈനസ് എക്സ് ആയിരിക്കും. അതിന് എബവ് ആണെങ്കിൽ എന്താ 0 ആയിരിക്കും പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യണ്ടേ? ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആദ്യം തന്നെ എഴുതണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 0 1 2 3 4. 4ന് എബവ് ആണെങ്കിൽ 0 ആണെന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് 4 വരെ എഴുതിയാൽ മതി. എക്സിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് റാൻഡം വാരിയബിളിൻ്റെ വാല്യൂസ്. അപ്പോൾ ഇതൊക്കെ എന്താ സ്മോൾ ലെറ്റർ എക്സിൻ്റെ വാല്യൂസ് ആണ് കേട്ടോ. 0 1 2 3 എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ് ആണ്. രണ്ട് എക്സും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് പി ഓഫ് എക്സ് എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കാം, എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1 ആണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ബോക്സ് ആയതിനെ വരച്ചു വയ്ക്കാം, നിങ്ങൾക്ക് ഇനി കൂടുതൽ. ഓക്കെ, ഇനി 1 ആണെങ്കിലും 2 ആണെങ്കിലും എൻ്റെ പ്രോബബിലിറ്റി എത്രയാ? കെ എക്സ് ആണ്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? കെ ഇൻറ്റു 1 കെ ആയിരിക്കും. അറ്റ് എക്സ് ഈക്വൽ ടു 2ൽ പ്രോബബിലിറ്റി കെ ഇൻറ്റു 2. എക്സിന് ഈ 2 അല്ലെങ്കിൽ 1 ഇട്ട് കൊടുക്കാം കറസ്പോണ്ടിങ് വാല്യൂ, അപ്പോൾ 2k വരും. ഓക്കെ, അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ എൻ്റെ വാല്യൂ എനിക്ക് കെ എന്ന് കിട്ടി. അറ്റ് എക്സ് ഈക്വൽ ടു 2ൽ എൻ്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടി? 2k എന്നാണ് പ്രോബബിലിറ്റി കിട്ടിയത് കേട്ടോ. അതേപോലെ അറ്റ് എക്സ് ഈക്വൽ ടു 3 or 4 പ്രോബബിലിറ്റിയുടെ വാല്യൂ കെ ഇൻറ്റു 5 മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3ലും എക്സ് ഈക്വൽ ടു 4ലുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു 3ൽ എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു 5 മൈനസ് 3 2k എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 4 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 മൈനസ് 4 1 ഇൻറ്റു കെ. അപ്പോൾ നമുക്കിവിടെ അറ്റ് എക്സ് ഈക്വൽ ടു 3 പ്രോബബിലിറ്റി എത്ര വരും? 2k. അറ്റ് എക്സ് ഈക്വൽ ടു 4 പ്രോബബിലിറ്റി കെ എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ഇത് തന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആണ്. അപ്പോൾ നമുക്ക് ആകെ കൂടി അറിയാവുന്ന എന്താ? ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n പി ഐൻ്റെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 0.1 പ്ലസ് കെ പ്ലസ് 2k പ്ലസ് 2k പ്ലസ് കെ ഈക്വൽ ടു 1. അപ്പോൾ എത്ര കെ ഉണ്ട്? 2 4 6k. 6k പ്ലസ് 0.1 ഈക്വൽ ടു 1 കിട്ടും അല്ലേ? അതിൽ നിന്ന് 6k ഈക്വൽ ടു 1 മൈനസ് 0.1 എന്ന് പറഞ്ഞാൽ 0.9 കിട്ടും. അത് k ഈക്വൽ ടു 0.9 ഡിവൈഡഡ് ബൈ 6. അപ്പം അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് 0.15 എന്നാണ് കിട്ടുക. ചെക്ക് ചെയ്യാം കേട്ടോ.
ഇനി അതിൽ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours കണ്ടുപിടിക്കണം. എക്സാക്ട്ലി 2 hours കണ്ടുപിടിക്കണം, അറ്റ്മോസ്റ്റ് 2 hours കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours ആദ്യം കണ്ടുപിടിക്കാം. ഈ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കണ്ടാലും നമുക്കറിയാം അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 hours എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ പ്രോബബിലിറ്റി യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ എക്സ്, റാൻഡം വാരിയബിൾ നമ്മളിവിടെ എന്താ എടുത്തിട്ടുള്ളത്? നമ്പർ ഓഫ് അവേഴ്സ് ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ പെടും? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് 2 അതിലധികമോ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4. നമ്മളുടെ ടേബിൾ നോക്കിയിട്ട് കേട്ടോ, മാക്സിമം വാല്യൂ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഈസ് 4. അപ്പോൾ അത്ര തന്നെ വരുള്ളൂ. അപ്പോൾ 2 അല്ലെങ്കിൽ അതിന് എബവ് ഉള്ള കേസ്. ഇനി പ്രോബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 2k ആണ്, നമുക്ക് ഇവിടെ എഴുതാം. ഇനി പ്രോബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 2k ആണ്, അതും നമുക്ക് ഇവിടെ എഴുതാം. ഇനി പ്രോബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 4 നമ്മുടെ ടേബിളിൽ നിന്ന് k എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 + 2 + 1 5k. നമ്മുടെ kയുടെ വാല്യൂ നമുക്ക് നേരത്തെ എത്ര കിട്ടിയിട്ടുള്ളത്? 0.15 ആണ്. 5 × 0.15. അപ്പൊ ആൻസർ എത്രയാ? 0.75 ആണ് പ്രോബബിലിറ്റി യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours. ഇനി ഇതിൽ തന്നെ എന്ത് കണ്ടുപിടിക്കാനുണ്ട്? പ്രോബബിലിറ്റി ഓഫ് സ്റ്റഡിങ് എക്സാക്ട്ലി 2 hours. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 കണ്ടുപിടിച്ചാൽ മതി. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2k ആണ്. 2k ആണ് അതിന്റെ വാല്യൂ. കെയുടെ വാല്യൂ 0.15 ആണ്. സോ വാല്യൂ 0.3 എന്ന് കിട്ടും. 0.3 ആണ് നമ്മളുടെ പ്രോബബിലിറ്റി യു സ്റ്റഡി എക്സാക്ട്ലി 2 hours. ഇനി അടുത്ത ചോദ്യത്തിൽ ഇതിൽ തന്നെ ഇനി അറ്റ്മോസ്റ്റ് 2 hours കണ്ടുപിടിക്കണം. സോ പ്രോബബിലിറ്റി ദാറ്റ് യു സ്റ്റഡി അറ്റ്മോസ്റ്റ് 2 hours. അപ്പൊ അറ്റ്മോസ്റ്റ് എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കാം നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന്. അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആണ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി ഇതിൽ തന്നിട്ടുള്ള അറ്റ്മോസ്റ്റ് 2 hours എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആ. 2 അതിൽ താഴെയോ. അപ്പൊ ഇവിടെ 2ന് താഴെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഈ 3 കേസല്ലേ വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. പ്ലസ് പ്രോബബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ k ആണ്. ഇനി പ്രോബബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2k ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിന് താഴെ എഴുതാം. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ 3k പ്ലസ് 0.1 കിട്ടി. കെയുടെ വാല്യൂ 0.15 ആണ് പ്ലസ് 0.1. അപ്പോൾ നമുക്ക് 0.45 പ്ലസ് 0.1 എത്ര കിട്ടും? 0.55 ആണ് പ്രോബബിലിറ്റി യു സ്റ്റഡി അറ്റ്മോസ്റ്റ് 2 hours. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ JEE ലെവൽ ക്വസ്റ്റ്യൻസും അതേപോലെ കീമിലൊക്കെ കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പോൾ സിമ്പിളാണ്. എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാൻ വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ ഈ അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി, അറ്റ്മോസ്റ്റ് എന്നുള്ള വേർഡൊക്കെ അതിൽ ആ ലീനിയർ ഇനീക്വാളിറ്റി ആ സൈൻ തെറ്റാണ്ടും നോക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? This is our next question. Let x represent the difference between the number of heads and the number of tails obtained when a coin is tossed 6 times. What are possible values of x?
അപ്പോൾ ഇത് സിമ്പിളാണ്. നമുക്ക് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ തന്നിട്ടുള്ളത് എന്താ, ഇവിടെ തന്നിട്ടുള്ളത് കോയിൻ, ഒരു കോയിൻ. എ കോയിൻ ഈസ് ടോസ്ഡ് 6 ടൈംസ്. 6 പ്രാവശ്യമാണ് എന്ത് കോയിൻ ടോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാൻഡം വേരിയബിൾ അവരെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ the number of heads and the number of tails. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോയിൻ 6 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റി വരും? 6 ഹെഡ് വരാം, 0 ടെയിൽ വരാം അല്ലേ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ 5 ഹെഡും 1 ടെയിലും എക്സിന്. അപ്പോൾ ഈ എക്സ് റാൻഡം വേരിയബിൾ എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കില്ല, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, റിയൽ നമ്പർ ആണ്. ഇനി എന്താ പറയാനുള്ളത്, നമുക്ക് നമ്പേഴ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇനി മൂന്നാമത്തെ കേസ് 4 ഹെഡും 2 ടെയിലും, നാലാമത്തെ കേസ് 3 ഹെഡും 3 ടെയിലും, അഞ്ചാമത്തെ കേസ് 2 ഹെഡും 4 ടെയിലും, 2 4. ആറാമത്തെ കേസ് 1 ഹെഡും 5 ടെയിലും, ലാസ്റ്റത്തെ കേസ് 0 ഹെഡും 6 ടെയിലും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, 0 1 2 3 4 5 6ഉം ഇവിടെ 0 1 2 3 4 5 6ഉം ഇത്രയുള്ള കേസുകൾ വരുള്ളൂ. ഇനി ഇതിന്റെ വാല്യൂ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഹെഡ്സ് ആൻഡ് നമ്പർ ഓഫ് ടെയിൽസ്. അപ്പോൾ ഇവിടെ മോഡുലസ് എടുക്കണം കേട്ടോ, കാരണം എന്താ, നമ്മുടെ നമ്പർ എപ്പോഴും പോസിറ്റീവ് ആണ് ആവേണ്ടത്. അപ്പോൾ ആദ്യത്തേൻ്റെ 6 - 0 6, രണ്ടാമത്തേൽ നമുക്ക് 5 ഹെഡും 1 ടെയിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് 4. ഇവിടുത്തെ മൂന്നാമത്തെ കേസ് 4 ഹെഡും 2 ടെയിലും, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 2 എന്ന് കിട്ടും. ഇനിയോ ഇവിടുത്തെ കേസിൽ നാലാമത്തെ കേസിൽ 3 ഹെഡും 3 ടെയിലും, അപ്പോൾ 3 - 0 3 - 3 is 0. ഇനി ഇവിടുത്തെ കേസിലാണ് നമുക്ക് ഈ നെഗറ്റീവ് വരുന്നത്, 2 ഹെഡും 4 ടെയിലും. അപ്പോൾ നെഗറ്റീവ് വരാൻ പാടില്ല, നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. സോ മൈനസ് മോഡുലസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ +2 ആവും. ഇനി 1 ഹെഡും 5 ടെയിലും വരാണെങ്കിൽ 4 വന്നു. ഇനി ഇവിടെ 0 ഹെഡും 6 ടെയിലും വരാണെങ്കിൽ 6. അപ്പോൾ നമ്മുടെ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരാം, 0 2 4 6. അപ്പോൾ ഇതാണ് നമ്മുടെ പോസിബിൾ വാല്യൂസ് ഓഫ് 6. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഹെഡ്സ് ആൻഡ് നമ്പർ ഓഫ് ടെയിൽസ് ആണ്. 6 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കേസുകളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, മോഡുലസ് എടുക്കണം, മറക്കരുത്. ഓക്കെ, this is our next question. Let x represent the difference between the number of heads and the number of tails obtained when a coin is tossed 6 times. What are possible values of x? അപ്പോൾ ഇത് സിമ്പിളാണ്. നമുക്ക് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ തന്നിട്ടുള്ളത് എന്താ, ഇവിടെ തന്നിട്ടുള്ളത് കോയിൻ, ഒരു കോയിൻ. എ കോയിൻ ഈസ് ടോസ്ഡ് 6 ടൈംസ്. 6 പ്രാവശ്യമാണ് എന്ത് കോയിൻ ടോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാൻഡം വേരിയബിൾ അവരെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ the number of heads and the number of tails. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോയിൻ 6 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റി വരും? 6 ഹെഡ് വരാം, 0 ടെയിൽ വരാം അല്ലേ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ 5 ഹെഡും 1 ടെയിലും,
എക്സിന് അപ്പോൾ ഈ എക്സ് റാൻഡം വേരിയബിൾ എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കില്ല, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, റിയൽ നമ്പർ ആണ്. ഇനി എന്താ പറയാനുള്ളത്, നമുക്ക് നമ്പേഴ്സ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇനി മൂന്നാമത്തെ കേസ് 4 ഹെഡും 2 ടെയിലും, നാലാമത്തെ കേസ് 3 ഹെഡും 3 ടെയിലും, അഞ്ചാമത്തെ കേസ് 2 ഹെഡും 4 ടെയിലും, 2 4. ആറാമത്തെ കേസ് 1 ഹെഡും 5 ടെയിലും, ലാസ്റ്റത്തെ കേസ് 0 ഹെഡും 6 ടെയിലും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി 0 1 2 3 4 5 6ഉം ഇവിടെ 0 1 2 3 4 5 6ഉം ഇത്രയുള്ള കേസുകൾ വരുള്ളൂ. ഇനി ഇതിന്റെ വാല്യൂ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഹെഡ്സ് ആൻഡ് നമ്പർ ഓഫ് ടെയിൽസ്. അപ്പോൾ ഇവിടെ മോഡുലസ് എടുക്കണം കേട്ടോ, കാരണം എന്താ നമ്മുടെ നമ്പർ എപ്പോഴും പോസിറ്റീവ് ആണ് ആവേണ്ടത്. അപ്പോൾ ആദ്യത്തേൻ്റെ 6 - 0 6, രണ്ടാമത്തേൽ നമുക്ക് 5 ഹെഡും 1 ടെയിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് 4. ഇവിടുത്തെ മൂന്നാമത്തെ കേസ് 4 ഹെഡും 2 ടെയിലും, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 2 എന്ന് കിട്ടും. ഇനിയോ ഇവിടുത്തെ കേസിൽ നാലാമത്തെ കേസിൽ 3 ഹെഡും 3 ടെയിലും, അപ്പോൾ 3 - 0 3 - 0. ഇനി ഇവിടുത്തെ കേസിലാണ് നമുക്ക് ഈ നെഗറ്റീവ് വരുന്നത്, 2 ഹെഡും 4 ടെയിലും, അപ്പോൾ നെഗറ്റീവ് വരാൻ പാടില്ല, നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. സോ മോഡുലസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ +2 ആവും. ഇനി 1 ഹെഡും 5 ടെയിലും വരാണെങ്കിൽ 4 വന്നു. ഇനി ഇവിടെ 0 ഹെഡും 6 ടെയിലും വരാണെങ്കിൽ 6. അപ്പോൾ നമ്മുടെ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരാം, 0 2 4 6. അപ്പോൾ ഇതാണ് നമ്മുടെ പോസിബിൾ വാല്യൂസ് ഓഫ് 6. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മൾ റാൻഡം വാരിയബിൾ എക്സ് എടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഹെഡ്സ് ആൻഡ് നമ്പർ ഓഫ് ടെയിൽസ് ആണ്. 6 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കേസുകളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, മോഡുലസ് എടുക്കണം, മറക്കരുത്. ഓക്കെ, ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതെന്താ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ. From a lot of 30 bulbs which include 6 defectives, a sample of 4 bulbs is drawn at random with a replacement. Find the probability distribution of the number of defective bulbs. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ടോട്ടല് 30 ബൾബ്സ് ഉണ്ട്, അതിൽ 6 എണ്ണം ഡിഫക്റ്റീവ് ആണ്. അപ്പം എത്ര എണ്ണമാണ് ഗുഡ് ആയിട്ടുള്ളത്, നോൺ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്? 30 - 6 26 ഗുഡ് 1 ആണെന്ന് നമുക്ക് കിട്ടി. 6 എണ്ണം ഡിഫക്റ്റീവും 26 ഗുഡ് 1 ആണ്. ഓക്കെ, ഇനി നമ്മളൊരു 4 ബൾബ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂസ് ചെയ്യണത്. നമ്മൾ എടുക്കുമ്പോൾ അതിൽ വിത്ത് റീപ്ലേസ്മെന്റ്, അപ്പോൾ 1 എടുക്കുമ്പോൾ 1 അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്പർ കുറയുന്ന പ്രശ്നമില്ല. വിത്ത് റീപ്ലേസ്മെന്റ് അതൊന്ന് ശ്രദ്ധിക്കണേ. ആൻഡ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ്. നമ്മൾ എടുക്കുന്ന ബൾബ്സിൽ നമ്മളോട് ഡിഫക്റ്റീവ് ബൾബിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ നമുക്ക് എന്തെടുക്കാം, നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 കേസുകളാണ് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ഗുഡ് 1ഉം പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും ഒന്ന് കണ്ടുപിടിച്ചേക്കാം. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് എന്ന് പറഞ്ഞാൽ P of D എന്നാണ് എഴുതുന്നത്. ഡിഫക്റ്റീവ്, D മീൻസ് ഡിഫക്റ്റീവ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഡിഫക്റ്റീവ് ബൾബ് എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മളിങ്ങനെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബൾബ്സ്. സോ 6/30 എന്ന് കിട്ടും. നമുക്ക് അതിനെ വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/5 എന്ന് കിട്ടും അല്ലേ. ഇനി പ്രോബബിലിറ്റി ഓഫ്
ഗുഡ് ബൾബ്സ്, നോൺ ഡിഫക്റ്റീവ് ബൾബ്, അതിന് ഞാൻ ഗുഡ് ബൾബ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണേ. ഗുഡ് ബൾബ് 1 - 1/5 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 5 - 1/5, ദാറ്റ് ഈസ് 4/5. ഓക്കെ, സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 30 - 6 24 ആണ് അല്ലേ. അപ്പോൾ 24 ഗുഡ് ബൾബ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് ഗുഡ് ബൾബ് കിട്ടണമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് മൈനസ് ചെയ്യുക. 1/5 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് 24 ഗുഡ് ബൾബ്സ് ഡിവൈഡ് ബൈ 30 ചെയ്താലും എന്ത് തന്നെയേ കിട്ടുള്ളൂ? 4/5 തന്നെയേ കിട്ടുള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് ആണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് നമ്മൾ 4 ബൾബാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 4 ബൾബ് അതിൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എങ്ങനെ ചേഞ്ച് ആവാം? അപ്പോൾ എക്സ് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്. അപ്പോൾ 4 എണ്ണം ഡിഫക്റ്റീവ് ആവാതിരിക്കാം അല്ലേ. ഗുഡ് 1 ആവാം, അപ്പോൾ 0. ഇനി അതിൽ ഒരെണ്ണം ഡിഫക്റ്റീവ് വരാം, ബാക്കി 3 എണ്ണം ഗുഡ് 1 ആവാം. 2 എണ്ണം ഡിഫക്റ്റീവ് ആവാം, ബാക്കി 2 എണ്ണം ഗുഡ് 1 ആവാം. 3 എണ്ണം ഡിഫക്റ്റീവ്, ഒരെണ്ണം ഗുഡ് 1, 4 എണ്ണവും ഡിഫക്റ്റീവ്. അങ്ങനെ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് നമ്മളുടെ റാൻഡം വാരിയബിൾസിന് കിട്ടാം. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എന്തായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 4ഉം 0 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുള്ളത് മുഴുവൻ ഗുഡ് 1 ആണ്. 4ഉം ഗുഡ് 1 ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പം 4ഉം ഗുഡ് 1 ആവാന്നുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെഴുതിയാൽ മതി? പറയൂ. 4ഉം ഗുഡ് 1 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ജി ഇൻറ്റു പി ഓഫ് ജി ഇൻറ്റു പി ഓഫ് ജി ഇൻറ്റു പി ഓഫ് ജി. പി ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് 1 ആണ് കേട്ടോ, ഗുഡ് ബൾബ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗുഡ് ബൾബ് 4/5 ആണ്. നമുക്ക് 4/5 ഇൻറ്റു 4/5 ഇൻറ്റു 4/5 ഇൻറ്റു 4/5. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ ഒന്നും കൂടി ഷോർട്ട് ആക്കാം കേട്ടോ. പി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബും പി ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഗുഡ് ബൾബാണ്. അപ്പോൾ 4/5 4/4 ഡിവൈഡഡ് ബൈ 5/4 4/4 256 ഡിവൈഡഡ് ബൈ 625 എന്ന് കിട്ടും. ആദ്യത്തെ വാല്യൂ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, നോൺ ഡിഫക്റ്റീവ് ബൾബ്. പ്രോബിലിറ്റി ഓഫ് നോൺ ഡിഫക്റ്റീവ് ബൾബ് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എല്ലാതും എന്തായിരിക്കും? ഗുഡ് 1 ആയിരിക്കും അല്ലേ. പ്രോബിലിറ്റി ഓഫ് ജി 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 4 ബൾബ് നമ്മൾ എടുക്കണമല്ലോ കേട്ടോ. 4ഉം ഗുഡ് 1 ആണെങ്കിൽ ഡിഫക്റ്റീവ് 0 ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തു, ആ വാല്യൂസ് ഇട്ട് കൊടുത്തു. ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾ ഒരു ഡിഫക്റ്റീവും ബാക്കി 3 എണ്ണം ഗുഡും വരാം. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നില്ല, എഴുതാം 1 ഡിഫക്റ്റീവ്, പ്രോബബിലിറ്റി ഓഫ് 1 ഡിഫക്റ്റീവ് ആൻഡ് 3 ഗുഡ് 1. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഞാനിവിടെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് നമുക്ക് എങ്ങനെയൊക്കെ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു ഡിഫക്റ്റീവും 3 ഗുഡ് 1ഉം.
ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, 4 ബൾബിൽ നിന്ന് ഒരു ഡിഫക്റ്റീവ് ആവാനുള്ള എങ്ങനെയൊക്കെ നമുക്ക് ഡിഫക്റ്റീവ് ആണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എത്ര നമ്പർ ഓഫ് വേസിൽ ഇതിന് അറേഞ്ച്മെന്റ് മാറ്റിയാൽ മതി അല്ലേ. ശ്രദ്ധിക്കുക, ഇനി ജി ഡി ജി ജി എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയല്ലേ. ഇനി ജി 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 ഡി ജി എന്ന് എഴുതിയാലും കറക്റ്റാണ്. ജി 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 ഡി എന്ന് എഴുതിയാലും കറക്റ്റാണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഇത് എല്ലാത്തിലും ഇപ്പം ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണല്ലേ. അപ്പം ഇതെന്താ, 4 ബൾബിൽ നിന്ന് ഒരു ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സെലക്ട് ചെയ്യുക. 4 ബൾബിൽ നിന്ന് ഒരു ബൾബ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് അല്ലേ ഇത്. അപ്പം എത്രയേ കിട്ടുള്ളൂ, 4C1 എന്ന് പറഞ്ഞാൽ NC1 N ആണ് അല്ലേ. അപ്പോൾ 4C1 എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. അപ്പം 4 അറേഞ്ച്മെന്റ് അല്ലേ കിട്ടുള്ളൂ. അപ്പം 4 അറേഞ്ച്മെന്റ് ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇനി എന്തും കൂടിയും വരും. ഇവിടെ ഓരോന്നിൻ്റെ പ്രോബബിലിറ്റിയും വേണം അല്ലേ. അപ്പം എല്ലാത്തിലും നോക്കിയേ, 3Gയും 1Dയും 3Gയും 1Dയും 3Gയും 1Dയും 3Gയും 1Dയും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻറ്റു ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം, 4 ബൾബിൽ നിന്ന് ഒരു ബൾബ് സെലക്ട് ചെയ്യുക, 4C1 ഇൻറ്റു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 3Gയും 1Dയുടെയും പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 3G എന്ന് പറഞ്ഞാൽ ഗുഡ് വൺ, പി ഓഫ് ജി എന്ന് പറഞ്ഞാൽ 4/5 3 3Gയുടെ പ്രോബബിലിറ്റി എഴുതി, പിന്നെ 1Dയുടെയും പ്രോബബിലിറ്റി, 1D എന്ന് പറഞ്ഞാൽ 1/5 ഓക്കെ. അപ്പോൾ 4C1 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടി. 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5⁴. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര തന്നെയാണ് കിട്ടുന്നത് നമുക്ക്, 256/625 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഇനി P of x equal to 2. P of x equal to 2 എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബബിലിറ്റി ഓഫ് 2 ഡിഫക്റ്റീവും 2 ഡിഫക്റ്റീവ് ആൻഡ് 2 ഗുഡ് വണ്ണും. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് 2 ഡിഫക്റ്റീവും 2 ഗുഡ് വണ്ണും നോക്കാം. 4 ബൾബ് ആണ്, അതിൽ 2 ഡിഫക്റ്റീവും, എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിള് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബാണ്. അപ്പോൾ 2 ഡിഫക്റ്റീവ് ബൾബ് ഉണ്ടെങ്കിൽ ബാക്കി 2 ഗുഡ് വൺ ആണ് അല്ലേ. ഇനി ഇതിൻ്റെ നമുക്ക് അറേഞ്ച്മെന്റ് നേരത്തെ യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് വേസ് നമ്മൾ ഈ കോമ്പിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈപ്പിൽ നമുക്ക് അത് എൻ്റെ അറേഞ്ച്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കിട്ടും. അതേ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ആ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും പകരം നമുക്കത് എത്ര നമ്പർ ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ഒരൊറ്റ വാല്യൂവിൻ്റെ, അതായത് 2 ഡിഫക്റ്റീവും 2 ഗുഡ് വണ്ണിൻ്റെയും പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ 4 കേസ്, 1 2 3 4 ഇൻറ്റു എല്ലാത്തിലും 3Gയും 1Dയും ഉള്ളൂ പ്രോബബിലിറ്റി. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് തന്നെയാണ് ഇവിടെ വരുള്ളൂ. ഈ 3Gയുടെ പ്രോബബിലിറ്റി ഇൻറ്റു 1Dയുടെ പ്രോബബിലിറ്റി പ്ലസ് പിന്നെ 3Gയുടെ പ്രോബബിലിറ്റി ഇൻറ്റു 1Dയുടെ പ്രോബബിലിറ്റി, പിന്നെ 3Gന്റെ പ്ലസ് 3Gയുടെ പ്രോബബിലിറ്റി ഇൻറ്റു 1Dയുടെ പ്രോബബിലിറ്റി, ഇവിടെ 3Gയുടെ പ്രോബബിലിറ്റി ഇൻറ്റു 1Dയുടെ പ്രോബബിലിറ്റി. ഇതിലെല്ലാത്തിലും കോമൺ 3Gയും 1D തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ആക്കി എഴുതുമ്പോൾ 4 ഇൻറ്റു ഈ 3Gയുടെ പ്രോബബിലിറ്റി ഇൻറ്റു D എന്ന് എഴുതാം. അതിന് പകരം ഈ സെലക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കോമ്പിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ കിട്ടും. ഈ 1 2 3 4 വേസിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഈ ഒരു പ്രോബബിലിറ്റി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം അതിനാണ് ഞാനിവിടെ കോമ്പിനേഷൻ ചെയ്യുന്നത്. നമുക്ക് എത്രയും നമ്പേഴ്സ് കൂടുതൽ, ഇപ്പോൾ ഇവിടെ 4 ബൾബ് ആയ കാരണം നമുക്ക് ഇത്ര എഴുതാൻ പറ്റും. അത് 6 ബൾബൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നിട്ടുള്ളത് അല്ല. ശ്രദ്ധിക്കുക, 4 ബൾബിൽ നിന്ന് ഒരു ബൾബ് സെലക്ട് ചെയ്യുക. അത് എന്താ സെലക്ട് ചെയ്യണം, ആ ഒരു ബൾബ് ഇവിടെ ഡിഫക്റ്റീവ് ആണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ബൾബാണ് ഡിഫക്റ്റീവ്. അപ്പോൾ 4 ബൾബിൽ നിന്ന് 2 ബൾബ് ഡിഫക്റ്റീവ് ആണെന്ന് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഓഫ്, അപ്പോൾ 2 ഡിഫക്റ്റീവ് ബൾബും 2 ഗുഡ് ബൾബും ഉണ്ടെന്ന് മനസ്സിലായി. അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 4C2 ഇൻറ്റു ഡിഫക്റ്റീവ് ബൾബിന്റെ പ്രോബബിലിറ്റി 1/5 ആണ്. 1/5 ഇൻറ്റു 1/5 ഇൻറ്റു ഗുഡ് വണ്ണിന്റെ 4/5 ആണ്. 4/5 ഇൻറ്റു 4/5. നമുക്കറിയാം NC2 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ 4C2 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആൻസർ കണ്ടുപിടിച്ച് നോക്കിയാലോ. ഇവിടെ 2ഉം ഇവിടുത്തെ ഈ 4ഉം ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 ആയി. ടോട്ടൽ അപ്പോൾ ഇവിടെ 6 ആണ്. സോ 6 ഇൻറ്റു 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 റേസ് ടു 4. അപ്പോൾ ഇവിടെ 625 ആണ് ഡിനോമിനേറ്ററിൽ വരെ. ന്യൂമറേറ്ററിൽ 16 ഇൻറ്റു 6. അപ്പോൾ എത്ര വരും? 96 ഡിവൈഡഡ് ബൈ 625 ആണ്. നമുക്ക് എന്ത് പ്രോബബിലിറ്റി കിട്ടുന്നത്? പ്രോബബിലിറ്റി ഓഫ് 2 ഡിഫക്റ്റീവ് ആൻഡ് 2 ഗുഡ് വൺ. അടുത്തത് പ്രോബബിലിറ്റി അറ്റ് x ഈക്വൽ ടു 3 ആണ് കേട്ടോ. പ്രോബബിലിറ്റി അറ്റ് x ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 3 ഡിഫക്റ്റീവ് ആൻഡ് 1 ഗുഡ് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4 ബൾബിൽ നിന്ന് 3 ബൾബാണ് ഇവിടെ സെലക്ട് ചെയ്യണേ. 3 ഡിഫക്റ്റീവ് ബൾബാണ് സെലക്ട് ചെയ്യണത്. ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് എഴുതണം? പ്രോബബിലിറ്റി പി ഓഫ് 3 ഡിഫക്റ്റീവ്, പി ഓഫ് ഡി ഇൻറ്റു പി ഓഫ് ഡി ഇൻറ്റു പി ഓഫ് ഡി ഇൻറ്റു 3 ഡിഫക്റ്റീവും 1 ഗുഡ് വണ്ണും. അപ്പോൾ 4C3 ഇൻറ്റു probability of defective 1/5 into 1/5 into 1/5. probability of good one is 4/5. അപ്പോൾ ഇവിടെ നമുക്കറിയാം NCR എന്ന് പറഞ്ഞാലും NCN-R എന്ന് പറഞ്ഞാലും സെയിമാ. അപ്പോൾ ഈ 4C3 എന്ന് പറഞ്ഞാലും 4C4-3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4C1 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫോർമുലകൾ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യം വരും. അതൊക്കെ ബോക്സിനുള്ളിൽ വരച്ചിടാം കേട്ടോ. ഏതൊക്കെ ഫോർമുലയാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതെന്ന് നമുക്ക് നമ്മളുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവണം. അത് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് വെക്കും വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 4C1 4C3 ഈസ് ഇക്വാലന്റ് ടു 4C1 എന്ന് കിട്ടി. നമുക്കറിയാം NC1 എന്ന് പറഞ്ഞാൽ n ആണെങ്കിൽ 4C1 എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 raised to 4 and we get 16 by 625 is the probability of 3 defective and 1 good one. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട് അല്ലേ. ഇനി ഡിഫക്റ്റീവ് 4 ബൾബും ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 4 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 4 ഡിഫക്റ്റീവ് ബൾബ്സ്. അപ്പോൾ 4ഉം എന്താവണം? ഡിഫക്റ്റീവ് ആവണമെങ്കിൽ 4C4 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി സെലക്ഷൻ കോമ്പിനേഷൻ ആണ് വേണ്ടത്. 4ഉം ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ P of D ഇൻറ്റു P of D ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് D ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് D. ഈ 2 4. അപ്പോൾ 4 നമുക്കറിയാം NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 4C4 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു P of D പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് പീസ് ഈസ് 1/5 ഇൻറ്റു 1/5 ഇൻറ്റു 1/5 ഇൻറ്റു 1/5 ആൻഡ് വി ഗെറ്റ് 1/5 raised to 4 ആൻഡ് ഫൈനൽ ആൻസർ ഈസ് 1 divided by 625. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്ത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇത് എഴുതാം അല്ലേ. നോക്കാം. അറ്റ് x ഈക്വൽ ടു 0 എല്ലാം ഗുഡ് ആയിട്ടുള്ള കേസിൽ നമ്മുടെ പ്രോബബിലിറ്റി എത്രയാ? 256 by 625. ഒരെണ്ണം ഡിഫക്റ്റീവും
മൂന്നെണ്ണം ഗുഡും ആയിട്ടുള്ള കേസിലും നമുക്ക് അതേ പ്രോബബിലിറ്റി ആണ് 256/625 എന്നാണ് കിട്ടിയത്. ഇനി രണ്ടെണ്ണം ഡിഫക്റ്റീവും രണ്ടെണ്ണം ഗുഡ് വൺ ആയിട്ടുള്ളതിൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടിയത് 96/625 എന്നാണ്. മൂന്നെണ്ണം ഡിഫക്റ്റീവും ഒരെണ്ണം ഗുഡ് ആയിട്ടുള്ളത് നമുക്ക് 16/625 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് വൺ 4 ഡിഫക്റ്റീവ് ആവുന്ന കേസ് 1/625. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെയൊക്കെ നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്തു, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്തില്ല? ഇവിടെ ഒന്നും ചെയ്യാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ യൂസ് ചെയ്യായിരുന്നു. നോക്കാം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബൾബിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ 4C1, 4C2, 4C3 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഡിഫക്റ്റീവ് ഉള്ള കാരണം നമ്മൾ 4C1 എന്ന് എടുത്തു. 2 ഡിഫക്റ്റീവ് ഉള്ള കാരണം ഇവിടെ 4C2 എന്ന് എടുത്തു. 3 ഡിഫക്റ്റീവ് ഉള്ള കാരണം ഇവിടെ 4C3 എന്ന് എടുത്തു. 4 ഡിഫക്റ്റീവ് ആയപ്പോൾ നമ്മൾ 4C4 എന്ന് എടുത്തു അല്ലെ. പക്ഷെ ഇവിടെ 4 ഗുഡ് വൺ ആണ്. അപ്പൊ ഇവിടെ എന്തേ വരുള്ളൂ? 4C0 അല്ലേ വരാ. 4C0 ഇൻറ്റു എന്താ ഇത് തന്നെയാ വരാതെ. ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെക്കാം. 4C0 ഇൻറ്റു 4 ഗുഡ് വണ്ണിന്റെ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് NC0 എന്ന് പറഞ്ഞാൽ 1 ആ. അപ്പൊ 4C0 എന്ന് പറഞ്ഞാൽ എന്തെന്നെയാ? 1 ആണ്. അപ്പൊ അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും എന്തെന്നെയാ? വാല്യൂ 1 ആണല്ലേ. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 4/5 നമ്മൾ 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 256/625 എന്നുള്ള ആൻസർ കിട്ടിയത്. ഞാൻ ആദ്യം പറയാണ്ടിരുന്നത് ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലേക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 1, 2, 3 എന്നൊക്കെ കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡിഫക്റ്റീവ് ബൾബുകളാണ് കേട്ടോ. 4 ബൾബിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡിഫക്റ്റീവ് ബൾബുകളാണ്. ഓക്കെ, അപ്പൊ അത്രയും നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഡിഫറെന്റ് വേസ് നമുക്ക് കിട്ടും. അതേ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ മാക്സിമം ചെയ്യാൻ നോക്കണം. ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫറെന്റ് ടൈപ്പ് ആണ്. സോ ഓരോ പ്രോബ്ലം ഒരു ടോപ്പിക്കിലെ മാക്സിമം പ്രോബ്ലം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബബിലിറ്റിയിലെ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.